ഹലോ. അപ്പം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ തീ കത്തിക്കാതെയും ഓയിലില്ലാതെയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പച്ചപ്പുളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു രസം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ രസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്ക വലിപ്പത്തോളം വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എടുക്കാം. നല്ല ലൂസായിട്ടാവട്ടെ ഈ രസം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ തന്നെ കുരുമുളകും, ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇത് നമുക്കൊന്ന് കല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടോ ഒന്ന് ചതച്ചെടുക്കട്ടോ. കല്ലിലിട്ട് ചതച്ചെടുക്കണേ ഏറ്റവും നല്ലത്. അങ്ങനെ അത് ഞാൻ പുളിവെള്ളമൊക്കെ നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചതച്ചത് നമുക്ക് ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക, കൂടുതൽ ഇട്ട് കൊടുത്താൽ തന്നെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഇതിൽ പാകമായിട്ട് തന്നെ നിൽക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പുളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുള്ള ചോറ് എടുത്തിട്ട് അതിലേക്ക് ഈ രസം ഒഴിച്ചിട്ടൊന്ന് കഴിക്കണേ. വായിൽ വെള്ളൂറും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിന്. അപ്പോൾ ഇതുപോലെ ഒരു രസം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിൽ തക്കാളി വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.